വാത്തകൾ മുട്ടയ്ക്കും ഇറച്ചിക്കും. അനാറ്റിഡേ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരിനം പക്ഷിയാണ് വാത്ത അഥവാ വാത്ത്. താറാവ്, അരയന്നം എന്നിവയാണ് ഈ കുടുംബത്തിലെ മറ്റു പക്ഷികൾ. ഇവയെ പരിപാലിക്കാൻ താരതമ്യേന എളുപ്പമാണ്. വാത്തകളെ മാംസം, മുട്ട, തൂവലുകൾ എന്നിവയ്ക്കായി വളർത്തുന്നു. അലങ്കാരത്തിനായും വളർത്താവുന്ന പക്ഷികളാണിവ. രോഗങ്ങളെ പ്രതിരോധിക്കാനും കോഴികളെ അപേക്ഷിച്ച് വേഗത്തിൽ പക്വത പ്രാപിക്കാനും കഴിയും. ആൺവാത്ത ഗാൻഡർ എന്നും പെൺവാത്ത ഗൂസ് എന്നും അറിയപ്പെടുന്നു. ഇനങ്ങൾ: എംഡാൻ ഗൂസ്, ടൗലൗസ് ഗൂസ്, ചൈനീസ് ഗൂസ്, ആഫ്രിക്കൻ ഗൂസ്, പിൽഗ്രിം ഗൂസ്, പോമറേനിയൻ ഗൂസ്, അമേരിക്കൻ ബഫ് ഗൂസ്, സ്റ്റെയിൻ ബാച്ചർ ഗൂസ്, സ്കാനിയ ഗൂസ്, ഷെറ്റ്ലാൻഡ് ഗൂസ്, സെബാസ്റ്റോപോൾ ഗൂസ് എന്നിവയാണ് ഇനങ്ങൾ. ഇനങ്ങളെ ആശ്രയിച്ച് ഇവ 3 നിറങ്ങളിലുണ്ട്: ചാരം, കറുപ്പ്, വെളുപ്പ് എന്നിവ. പ്രധാനമായും 2 തരം വാത്തകളാണ് ഇന്ത്യയിൽ കാണുന്നത്: വെളുത്ത വാത്തകളും ചാരനിറത്തിലുള്ള ചൈനീസ് വാത്തകളും. മാംസത്തിന്റെ തൂക്കത്തിന്റെ കാര്യത്തിൽ ചൈനീസ് വാത്തകൾ മറ്റുള്ളവരെക്കാൾ മുന്നിലാണ്. തീറ്റ: ഇവ തീറ്റ തേടുന്നവരാണ്. കൂട്ടിൽ നിന്ന് പകൽ പുറത്തുവിടാം. പുല്ല്, അടുക്കള മാലിന്യം, പച്ചക്കറികൾ, മണ്ണിരകൾ, ചിലന്തികൾ, പല്ലികൾ, ഒച്ചുകൾ എന്നിവയാണ് പ്രധാന ഭക്ഷണം. ഭക്ഷണ ചെലവ് കുറവാണ്. കാബേജ്, കോളിഫ്ലവർ ഇലകൾ, ചീര എന്നിവ പോലുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ, ഗോതമ്പ് അല്ലെങ്കിൽ കോഴിത്തീറ്റ എന്നിവ കൊടുക്കാം. വിഹരിക്കുന്ന പ്രാണികൾ: കളകൾ പോലെയുള്ള പച്ച സസ്യങ്ങൾ, മരത്തിന്റെ പുറംതൊലി തുടങ്ങിയ ഇഷ്ടമുള്ള തീറ്റ തിരഞ്ഞെടുക്കാനും വിശാലമായ ഇടം നൽകണം. വളർത്തലും പ്രജനനവും: ഒരാണും 3 പെണ്ണും ചേരുന്നതാണ് ഒരു ബ്രീഡിംഗ് സെറ്റ്. വലുപ്പം കുറഞ്ഞ ഇനങ്ങളിൽ 5 പെണ്ണു വരെ ആകാം. വൃത്തിയുടെ കാര്യത്തിൽ മറ്റ് ജലപക്ഷികളെക്കാൾ ഇവ മുന്നിലാണ്. ശരീരം വൃത്തിയായി സൂക്ഷിക്കുക മാത്രമല്ല, അവർ പെരുമാറുന്ന പരിസരം വൃത്തിയാക്കാനും മടിക്കില്ല. ജനുവരി, ഓഗസ്റ്റ് മാസങ്ങളിലാണ് മുട്ടയിടുന്നത്. 6 മാസം പ്രായം കഴിഞ്ഞാൽ മുട്ടയിടുമെങ്കിലും അവ വിരിയിക്കാൻ പറ്റിയതല്ല. ബ്രീഡിംഗ് സ്റ്റോക്കിൽ പെട്ടതും 2 വർഷം പ്രായമെത്തിയതുമായവയുടെ മുട്ടകളാണ് വിരിയിക്കേണ്ടത്. പ്രതിവർഷം 30 മുതൽ 50 വരെ മുട്ടകൾ തരും. വിരിയാൻ 30 മുതൽ 35 ദിവസം വേണം. മുട്ടയുടെ തോട് നല്ല കനമുള്ളതിനാൽ എല്ലാ മുട്ടകളും വിരിയാനുള്ള സാധ്യത താരതമ്യേന കുറവാണ്. കുഞ്ഞുങ്ങൾക്ക് കാര്യമായ പരിചരണം ആവശ്യമില്ല. ഏത് തരത്തിലുള്ള തീറ്റയിലും അവയെ പൊരുത്തപ്പെടുത്താനാകും. വളർത്തു പക്ഷികളിൽ വെച്ച് ഏറ്റവും ആക്രമണ സ്വഭാവമുള്ള ഇവയെ പരിശീലനം നൽകി കാവൽ ജോലിക്കായി നിയോഗിക്കാറുണ്ട്. പാർപ്പിടം: കോഴികൾക്ക് വേണ്ടതുപോലെയുള്ള സങ്കീർണമായ പാർപ്പിടം ആവശ്യമില്ല. 5 വാത്തകൾക്ക് 1 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നല്ല വായുസഞ്ചാരമുള്ളതും തറയിൽ ഈർപ്പം തങ്ങി നിൽക്കാത്ത വൃത്തിയുള്ള കൂട് വേണം. 4 ഇഞ്ച് കനത്തിൽ തറയിൽ ലിറ്റർ വിരിക്കുന്നത് നല്ലതാണ്. കൂട്ടിൽ ശുദ്ധജലം സദാസമയവും ലഭ്യമാക്കണം. ബ്രീഡിംഗ് സീസണിൽ മുട്ടയിടുന്നതിനുള്ള സംവിധാനം നൽകണം. സമ്മർദ്ദങ്ങളില്ലാതെ നല്ല തണൽ നൽകിയാൽ പുറത്തും നന്നായി അതിജീവിക്കാൻ കഴിയും. നീന്താൻ കഴിയുന്ന വലകാലുകളുള്ള പാദങ്ങളുണ്ട്. അതിനാൽ കുളം വേണം. രാത്രി 9-നും രാവിലെ 5-നും ഇടയിലാണ് സാധാരണയായി മുട്ടയിടുന്നത്. പകൽ സമയത്തും മുട്ടയിടാറുണ്ട്. മാംസാവശ്യത്തിനുള്ള വാത്തകൾക്ക് നന്നായി തീറ്റ നൽകിയാൽ 8 മുതൽ 10 ആഴ്ചയാകുമ്പോൾ 4 മുതൽ 6 കിലോ തൂക്കം വരും. 10-12 ആഴ്ചയോടെ ഇറച്ചിക്കായി വിൽക്കാം. തീറ്റത്തൊട്ടിയും കുടിക്കുന്ന വെള്ളവും വൃത്തിയായി സൂക്ഷിക്കുക. വാത്തകൾക്ക് ശബ്ദത്തിൽ നിന്നും മറ്റ് ശല്യപ്പെടുത്തുന്ന ഘടകങ്ങളിൽ നിന്നും അകന്ന് സമ്മർദ്ദരഹിതമായ അന്തരീക്ഷം നൽകുക. പുറത്തുനിന്ന് കൊണ്ടുവന്ന പക്ഷികളെ നിലവിലുള്ള കൂട്ടത്തിൽ ചേർക്കരുത്. പരിസരവും കൂടും ഉപകരണങ്ങളും നന്നായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. കാട്ടുപക്ഷികളെ തൊഴുത്തിൽ നിന്നും വാത്തയിൽ നിന്നും അകറ്റി നിർത്തുക. കേരള വെറ്ററിനറി സർവകലാശാലയുടെ മണ്ണുത്തി, പൂക്കോട് പൗൾട്രി ഫാമുകളിൽ വാത്തകളെ വളർത്തുന്നുണ്ട്. വിവരങ്ങൾക്ക് 9947452708. കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തൂ. താങ്ക്